പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ നമ്മൾക്ക് കർത്താവ് തന്ന വചനം എന്താണ്? 1 കൊരിന്ത്യർ 1:18 എന്താണ്? ഒന്ന് ഏറ്റു പറഞ്ഞ്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. വചനം ശക്തിയാണ്. വചനം മുട്ട വിരിഞ്ഞ് വരണത് എന്താണ്? ശക്തിയാണ് നമുക്ക് ലഭിക്കണത്. ഓരോ വചനവും നമ്മൾ പുട്ടിൻ്റെ പ്രാക്ടീസ് ആകുമ്പോൾ നമ്മൾ ബലം പ്രാപിച്ചു വരും. വചനത്തിൽ അങ്ങനെ ബലം പ്രാപിക്കണത്. അപ്പം എന്തിനാണ് വചനം പാലിക്കണത്? നമ്മൾ വചനം എന്തിനാണ് പാലിക്കണത്? വചനത്തിൽ ഉള്ള ശക്തി സംസ്കരിച്ച് ആത്മശക്തി. നമ്മൾ ആത്മശക്തി എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് അല്ലേ? നമ്മളെ ആത്മശക്തി എന്ന് പറയുന്നത് കോൺഫിഡൻസ്, ആത്മവിശ്വാസമല്ല. നമ്മളെ ആത്മശക്തി എന്ന് പറയുന്നത് വചനം പാലിക്കുക വഴി ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ആത്മാവിന് ദൈവശക്തിയിൽ ബലം പ്രാപിക്കും. അതുകൊണ്ട് ഈ യോഹന്നാൻ യോഹന്നാൻ പറയുന്നില്ലേ, റോമ 1:16 എന്താണ്? രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് സുവിശേഷം. ഒന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. റോമ 1:16 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാണ് ലജ്ജിക്കണത് വചനത്തെക്കുറിച്ച്? നാശത്തിലൂടെ ചരിക്കുന്നവര്, ലോകത്തിലൂടെ ചരിക്കുന്നവര്, കുരിശിൻ്റെ വചനം പോഷത്വമായിട്ട് തോന്നുന്നവരാണ് വചനത്തെക്കുറിച്ച് ലജ്ജിക്കണത്. അതാരാണ്? നാശത്തിലൂടെ ചരിക്കുന്നവർ. ഉറപ്പല്ലേ അത്? അതായത് അപ്പോൾ 1 കൊരിന്ത്യർ 1:18 റോമ 1:16 തമ്മിൽ ഭയങ്കര ബന്ധമാണെന്നല്ലേ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയത്. എന്താ കാര്യം? അതായത് കുരിശിൻ്റെ വചനം ചിലർക്ക് ഭോഷത്വമാണ്. അവരാരാണ്? നാശത്തിലൂടെ ചരിക്കുന്നവരാണ്. അത് നിത്യജീവൻ്റെ മാർഗത്തിൽ അല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് എന്താ സംഭവിച്ചിരിക്കണത്? സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. അപ്പം ആരോ ലജ്ജിക്കുന്നുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. ആരാ ലജ്ജിക്കണത്? നാശത്തിലൂടെ ചരിക്കുന്നവരെ, കുരിശിൻ്റെ വചനം പോഷത്വമായി തോന്നണവരാണ് ലജ്ജിക്കുന്നത്. അതാണ് സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ഒന്നേറ്റ് പറഞ്ഞ്, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്നവർ ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പൊ സുവിശേഷം എന്താണ്? ദൈവത്തിന്റെ ശക്തിയാണ്. അതാ റോമ 1:16 പറയണത്. ചുമ്മാ ശക്തി അല്ലത്. എന്താണ്? വെറുതെ ശക്തിയല്ല. ഈ ശക്തി നമ്മളെ പുള്ള് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ശക്തി നമ്മളെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട്, ഉന്തി തള്ളി മുൻപോട്ട് വിടുന്നുണ്ട്. എങ്ങോട്ടാണ്? രക്ഷയിലേക്ക്. അതാണ് റോമ 1:16 പറയണത്. രക്ഷ എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തുവാണ് രക്ഷ. ക്രിസ്തുവാണ് രക്ഷ. അപ്പം ക്രിസ്തുവിലേക്കാണ് ഓരോ വചനവും നമ്മളെ അതായത് ഇങ്ങനെ പുഷ് ചെയ്ത് വിടുന്നത് രക്ഷയിലേക്ക്. കാര്യം എന്താണ്? ക്രിസ്തുവാണ് രക്ഷ. ഇപ്പോൾ ലൂക്ക 2:30 നമ്മൾ വായിക്കുമ്പോൾ എന്താ വായിക്കണത്? എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയാണ് ക്രിസ്തു. അതിനകത്ത് ഗ്രീക്കുകാരുണ്ട്, യഹൂദരുണ്ട്. അപ്പോൾ ഈ യഹൂദർക്കായാലും ഗ്രീക്കുകാർക്കായാലും, യഹൂദർ എന്ന് പറയണത് തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഗ്രീക്കുകാരെന്ന് പറയണത് പുറജാതികൾ. എന്നുവെച്ചാൽ എല്ലാ സമ്പൂർണമായ മനുഷ്യർക്ക് ക്രിസ്തു ആരാണ്? രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, അങ്ങ് രക്ഷയിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയായ വചനം പ്രയോഗത്തിൽ വരുത്തി വചനത്തിലെ പരിശുദ്ധ അമ്മയെ പോലെ വിശ്വസിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച് അടയാളത്തിലൂടെ ശിഷ്യന്മാരെ വിശ്വസിച്ചതുപോലെ ലോകത്തിന് കൊടുത്തതുപോലെ അതുവഴി ഗ്രീക്കുകാരെ ശിഷ്യന്മാരെ സമീപിച്ച് അവര് വഴി ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടതുപോലെ. അതാണ് വിഷയം. ഒന്നെങ്കിൽ നമുക്ക് ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടാം, അല്ലെങ്കിൽ വികർഷിക്കപ്പെടാം. ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടാം, അല്ലെങ്കിൽ വികർഷിക്കപ്പെടാം. ആകർഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? സുവിശേഷത്തെ കുരിശിൻ്റെ വചനമായിട്ട് തന്നെ ഉൾക്കൊള്ളണം. കുരിശിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് കുരിശാണെങ്കിൽ നിലത്ത് വീണ് അഴിയണം. ഒന്ന് നിലത്ത് വീഴണം, രണ്ടാമത് അഴിയണം. ഇപ്പം നിലത്ത് വീഴണത് ഒന്ന്, അഴിയണത് വേറെ ഒന്ന്. രണ്ട് ഘട്ടമാണ് കുരിശിൻ്റെ വചനത്തിനുള്ളത്. ഒന്ന് നിലത്ത് വീണ്. ഇപ്പം യേശുവിൻ്റെ നാമത്തിലൊരു വചനം എടുക്കുമ്പോൾ നമ്മളൊന്ന് നിലത്ത് വീണിരിക്കും, ഫ്ലാറ്റായി പോകും. നമുക്ക് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ, ലാഭം ഉണ്ടാകത്തില്ല. അതാണ് കുരിശിൻ്റെ വചനത്തിൻ്റെ ഒരു സ്വഭാവം. ഒരു വചനം നമ്മൾ നിറവേറ്റുമ്പോൾ നമുക്ക് നഷ്ടമുണ്ടാകും. ഇപ്പോൾ ഒരു ഉടുപ്പ്, രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കാൻ പറയത്തില്ലേ? അപ്പോഴത് നടപ്പിൽ വരുത്തുമ്പോൾ നമ്മൾ താഴെ വീഴും. നമ്മൾ രണ്ടുടുപ്പിൻ്റെ ഗമയിൽ നടക്കിയിരുന്നല്ലോ, അപ്പോൾ നമ്മൾ താഴെ വീഴും. നമുക്കൊരു ഉടുപ്പിലെ പിന്നെ ഉണ്ടാകത്തുള്ളൂ. കുരിശിൻ്റെ വചനം എപ്പോഴും നമുക്ക് പ്രഥമ ദൃഷ്ടിയ നഷ്ടം ഉണ്ടാക്കും. ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞ പോലുള്ള പരിപാടിയാണ്, നെല്ലിക്ക പരിപാടിയാണ് വചനത്തിനുള്ളത്. ആദ്യം കഴിക്കും നമുക്ക്, പിന്നെയും മധുരിക്കും. എന്താ കാര്യം? നമ്മളെ പിന്നീട് നമുക്ക് അത് നിത്യജീവനാണ് ലഭിക്കുന്നത്. അതാണ് അവിടെ വിഷയം വരണത്. നിത്യജീവനിലേക്കാണ് നയിക്കണത്. അപ്പോൾ നിത്യജീവൻ നയിക്കുമ്പോൾ ആദ്യത്തെ എല്ലാം, ഇപ്പം നിൻ്റെ വൈഫ് വഴക്കിട്ട് പോയി, അവൾ തന്നെ ചവിട്ടിത്തേച്ച് പോയതാണ്. അപ്പോൾ അവളെ ചെന്ന് ദൈവം യോജിപ്പിച്ചതാണെന്നും പറഞ്ഞ് നമ്മൾ വിളിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ അമ്മ പറയും, നീ എന്ത് പെൺകോന്തനാടാ, നീയാണ് അവളെ കെട്ടിയത്, അവൾ നിന്നെ കെട്ടിയതാണ്, നാണം ഉണ്ടാടാന്നൊക്കെ ചോദിച്ചു. ഇനി വിളിച്ചുകൊണ്ട് വാ, ഇനി അവളുടെ അടിമയായിട്ടൊക്കെ ജീവിച്ചോ ഇവിടെ വന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മയുടെ വാക്ക് നോക്കത്തില്ല, അവളുടെ മുമ്പിൽ തോറ്റുപോയെന്ന് വിചാരിക്കത്തില്ല, കർത്താവ് ജയിച്ചാൽ മതിയെന്നാണ് നമ്മൾ വിചാരിക്കണം. അപ്പം നമ്മൾ താഴെ വീണല്ലോ, താഴെ വീണു. ഗോതമ്പ് മണി എപ്പോഴും താഴെ വീഴും, താഴെ വീണ് അഴിഞ്ഞും പോകും ചിലപ്പോൾ. അപ്പം അഴിഞ്ഞു പോകുമ്പോൾ കർത്താവ് പറയണത് ഈ കുരിശിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രോസസ്സാണത്. അത് ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ 12:24 ഗ്രീക്കുകാർ വരാൻ പോണെന്ന് പറയുമ്പോൾ തന്നെയാണ് ഈശോ ഈ താഴെവീണ കാര്യമൊക്കെ പറയണത്. എന്താ പറയണത്? 12:24 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ഒന്ന്, രണ്ടാമത്തെ എന്താണ്? നിലത്ത് വീണാൽ മാത്രം പോരാ, അഴിയുകയും ചെയ്യും, നഷ്ടമായിരിക്കും. നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടി ഇരിക്കും. ഇപ്പം കുരിശിൻ്റെ വചനത്തിനും കുരിശിൻ്റെ അല്ലാത്ത വചനത്തിനുമുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുരിശിൻ്റെതല്ലാത്ത വചനം, നാശത്തിലേക്കുള്ള വചനത്തിനുള്ള പ്രത്യേകത, അത് നിലത്തും വീഴത്തില്ല, അഴിയത്തുമില്ല, അതേപടി ഇരിക്കും. എല്ലാവർക്കും ഇഷ്ടം അതാണല്ലോ, അതേപടി ഇരിക്കാൻ. എല്ലാവർക്കും ഇഷ്ടം അതാണ്, അതേപടി ഇരിക്കണം. നേരത്തെ നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകരുത്, നമുക്ക് അസ്വസ്ഥത ഒന്നും ഉണ്ടാകരുത്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതേപടി ഇരിക്കണം. ഇപ്പം അച്ഛന്മാരുടെ ട്രാൻസ്ഫർ നടക്കുന്ന സമയമാണ്. ഇപ്പം ചില അച്ഛന്മാർ വിചാരിക്കും ഈ ഇടവകയിൽ തന്നെ ഇരുന്നാൽ കൊള്ളാമായിരുന്നെന്ന് പറയാം, അതേപടി ഇരിക്കാൻ.
ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ കുറേ പള്ളി ഇരുന്നപ്പോൾ അതേപടി ഇരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതേപടി ഇരിക്കാൻ നമുക്ക് ചേഞ്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ നീ നിലത്ത് വീഴണമെന്ന് പറയും, അഴിയണമെന്ന് പറയും. അല്ലെങ്കിൽ അതേപടി ഇരിക്കും. അതേപടി ഇരുന്ന നാശത്തിലേക്കുള്ള വഴിയാണത്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, യേശുവേ മഹത്വം, 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 ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, സ്തുതി, ഹല്ലേലൂയ. 24 കണ്ടില്ലേ സഹോദരങ്ങളെ? 12:24 ഗ്രീക്കുകാർ വരുമ്പോഴാണ് ഈ ജ്ഞാനമെല്ലാം വരണത്. എന്നാ പറയണത്? 12:24 യോഹന്നാൻ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ 25 വാക്യം, തൻ്റെ ജീവനെ, യോഹന്നാൻ 12:25, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവന് വേണ്ടി അതിനെ കാത്തു സൂക്ഷിക്കുന്നു. അപ്പം അതേപടി ഇരിക്കുന്ന അവസ്ഥയാണ് നാശത്തിലേക്കുള്ള വഴി. അത് ചേഞ്ച് വരുത്തുന്ന അവസ്ഥയാണ് ഇപ്പം തന്നെ ആണ് നിത്യജീവനിലേക്ക്. അപ്പം നമ്മുടെ ഓരോ പ്രവർത്തനവും നിത്യജീവനാണ് നടപ്പിൽ വരുത്തണമെന്ന് ഓർക്കണം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മരിപ്പിന് പോയി, പിന്നെ ഒരു കല്യാണത്തിനും പോയി, ഒരു വീട് വെഞ്ചരിക്കാനും പോയി. എൻ്റെ ഇടവകയെ തൈക്കടശ്ശി ചില സ്ഥലങ്ങളിലൊക്കെ ഈ അസുഖങ്ങളുള്ളതാണ്. അപ്പോൾ എന്നോട് ചില ആളൊക്കെ പറഞ്ഞ്, ഇപ്പം എന്തിനാച്ചാൽ തിരക്കിട്ട് പോണേ, വല്ല കാര്യമുണ്ടോ, പോകേണ്ട കാര്യമുണ്ടോ, അതൊക്കെ കഴിയട്ടെ, ഇതെല്ലാം കഴിഞ്ഞ് സുഖപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് വീട് വെഞ്ചരിപ്പ് തുടങ്ങിയാൽ പോരെ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അത് ശരിയാ. പല വീട് വെഞ്ചരിപ്പിന് ഞാൻ ചെല്ലുമ്പോഴുണ്ട് 10-25 പേരെ ഉണ്ടായത് അവിടെ. എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചിട്ടാണ് പോയെങ്കിലും അന്തരീക്ഷം അത്ര ഗുണകരമല്ല. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ അത് വലിയ ആശ്വാസമായി അവിടെ. എന്താണ്, എല്ലാവരും ഒക്കെ ഒരേ വിറങ്ങലിച്ച് പ്രയാസപ്പെട്ടൊക്കെ ജീവിക്കണ കാലമല്ലേ. അപ്പം അവർക്കൊന്നും മാറി താമസിക്കണം. അവർ വേറെ അന്യ നാട്ടിൽ നിന്ന് എൻ്റെ ഇടവകയെ വന്ന് പുതിയതായിട്ട് വീട് കെട്ടി താമസിക്കാൻ പോവുകയാണ്. അപ്പം ചെന്ന് വെഞ്ചരിച്ച് കൊടുക്കണം, അത്യാവശ്യമാണ്. അപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും പോകണം. അപ്പോൾ എനിക്ക് അതേപടി ഇരിക്കാനുള്ളൊരു മോഹം തോന്നിയായിരുന്നു. ഞാനൊരു കല്യാണത്തിൽ പോയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞങ്ങളൊരു 25 പേര് ആ കല്യാണത്തിനുണ്ടായിരുന്നു. അപ്പോഴും എന്നോട് പലരും പറഞ്ഞു, എന്തിനാണ് കല്യാണത്തിൽ പോണത്? ചിലപ്പോൾ ഒരു വചനം അവരോട് പറഞ്ഞാൽ, അപ്പം ഞാൻ അവരോട് ചെന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കല്യാണത്തിന് പറഞ്ഞത്, അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ കെട്ടിക്കണതെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഇപ്പോൾ വരാൻ പോണ കാര്യമൊക്കെ അമ്മയ്ക്ക് അറിയാൻ പറ്റും. ഒരു കുടുംബത്തിൽ സംഭവിക്കാൻ പോണ കാര്യങ്ങളില്ലേ. അപ്പം അവർ എന്തെങ്കിലും ചെയ്യാതെ വരികയാണെങ്കിൽ അമ്മ അവിടെ ഉണ്ടെങ്കിൽ ആദ്യം അമ്മയ്ക്ക് അതറിയാൻ പറ്റും. അപ്പം അമ്മയ്ക്ക് നിങ്ങളുടെ ഈ തന്നിരിക്കുന്ന പ്രതിഷ്ഠ, നിങ്ങളിപ്പോൾ 2 പേരും കൂടിയാണ് ഒരുമിച്ചാണ് ഇപ്പോൾ കർത്താവിൻ്റെ ആൾക്കാരെ നിൽക്കുന്നത്. 2-3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് വരും. അപ്പം കുഞ്ഞുങ്ങളായിട്ട് വരുന്ന സമയത്തും അമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കണത് നിങ്ങൾ പ്രതിഷ്ഠ ഓർക്കണം. ഓരോ പ്രതിഷ്ഠയിലൂടെയാണ് അനുസ്മരണ ഉണ്ടാകുകയും നമുക്ക് അനുഭവം ഉണ്ടാകുകയും ചെയ്യേണ്ടത്. അത്രയും പറഞ്ഞാൽ മതി. അവിടെ ചെന്നിട്ട് പരിക്കെട്ടി പറയേണ്ട കാര്യമില്ല. അപ്പം ആ ഒരു വാക്ക് പറയാൻ ചെല്ലണം അവിടെ നമ്മളെ. കാര്യം എന്നോടാണ് ആ വാക്ക്, എനിക്കതാണ് തന്നിരിക്കണം ദൈവം. അപ്പം ഞാനത് ചെന്ന് അവരോട് പറയണം. അതിനുവേണ്ടി കാശും മുടക്കി അവിടെ ഒരു ദിവസവും കളഞ്ഞ് ചെല്ലുകയാണ്. അപ്പോൾ ഒരു വചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അതാണ്. അപ്പോൾ പോകണ്ട, അതേപടി ഇരുന്നാൽ മതിയെന്ന് എന്നോട് പലരും പറഞ്ഞു.
അപ്പോൾ ചില സമയത്തൊക്കെ ഇപ്പോൾ ആശുപത്രിയിൽ നിൻ്റെ ഒരു രോഗി കിടക്കുന്നുണ്ടോ നിൻ്റെ, അപ്പം നമ്മൾ വേണമെങ്കിൽ കൊറോണ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കുവരവൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വേണേൽ വീട്ടിലിരിക്കാം. അപ്പം നമുക്ക് പോകാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണ്, അതേപടി ഇരിക്കാനുള്ളൊരു മോഹമാണ് നമുക്കുള്ളത്. അപ്പം കൊറോണയുടെ ഒരു സംഭവം വെച്ചുകൊണ്ട് നമ്മൾ കൊറോണനെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് നമ്മുടെ സ്വാർത്ഥത സംരക്ഷിച്ചുകൊണ്ട് വേണേൽ നമുക്ക് വേണേൽ അതേപടി ഇരിക്കാൻ പറ്റും. അതേപടി ഇരിക്കണതൊന്നും വചനം മരിയം വചനങ്ങളല്ല, വചനം കുരിശിൻ്റെ വചനങ്ങളാണ്. അതിൻ്റെ സ്വഭാവം നിലത്ത് വീഴുക എന്നുള്ളതാണ്, അതേപടി ഇരിക്കണമല്ല. നിലത്ത് വീഴുക, ചിലപ്പോൾ അഴുകുകയും ചെയ്യണം. ഇപ്പം ആശുപത്രി പോയാൽ പോരല്ല, കയ്യിൽ നിന്ന് കാശും കൊടുക്കണ്ടേ. അപ്പം ആശുപത്രി വേണമെങ്കിൽ പോകാതിരിക്കാം. എന്ത് നാശം പിടിച്ച കൊറോണ അല്ലെങ്കിൽ ഇപ്പോൾ ആശുപത്രി രോഗമെല്ലാം സൗഖ്യപ്പെട്ട അവർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ചെന്നിട്ട് ഭയങ്കര അലക്കി തേച്ച വർത്തമാനം പറയും. എന്താണ്, അയ്യോ ഞാൻ പല പ്രാവശ്യം ആശുപത്രി വരാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ എന്താണ് എല്ലാവരും പറഞ്ഞാൽ അവിടെ കയറ്റി വിടുന്നില്ല എന്നാണ് പറയണത്, അതുകൊണ്ടാണ് അതുകൊണ്ടൊന്നും അല്ല വരാഞ്ഞത്. ഇവർക്ക് അതേപടി ഇരിക്കാനുള്ള ആഗ്രഹമാണ്. മനുഷ്യൻ്റെ ഒരു മൗലികമായ ഒരു പണിയാണ് അതേപടി ഇരിക്കുക. അപ്പോൾ കർത്താവ് അത് കുരിശിൻ്റെ വചനമല്ല, അത് നാശത്തിലേക്കുള്ള വചനമാണ്. അതേപടി ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ പിന്നെ എന്താണ്, അഴിയും, സമൃദ്ധമായ വിളവ് നൽകും, നിത്യജീവനിലേക്കാണ്. നമ്മൾ ഓരോ സമയവും കുരിശിൻ്റെ വചനം എടുക്കണേ എന്തിനാണ്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, എന്തിനാണ്, നിത്യജീവനിലേക്കാണ്. അതാണ് അമ്മ ഒരിക്കലും അമ്മയെ അതേപടി ഇരുത്തിയിട്ടില്ല. അമ്മയെ ഒരിക്കലും ഈശോ വചനം സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞ എലിസബത്തിൻ്റെ വീട്ടിൽ വിട്ടു, തിരിച്ചു കൊണ്ടുവന്നു, വീട്ടിൽ പ്രസവിക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞു വിട്ടു, ബെത്ലഹേമിലേക്ക് പറഞ്ഞു വിട്ടു, അവിടെ പ്രസവിച്ചു. കുറച്ച് നാളം കഴിഞ്ഞപ്പോൾ അവിടെ അതേപടി ഇരിക്കാൻ പറ്റാതെ അവിടുന്ന് ഈജിപ്തിലോട്ട് പറഞ്ഞു വിട്ടു, തിരിച്ചു കൊണ്ടുവരുന്നു. ഒരിക്കലും അമ്മയെ അതേപടി ഇരുത്തിയിട്ടില്ല. കാര്യം അതേപടി ഇരിക്കാത്ത അവസ്ഥയെല്ലാം അഴിഞ്ഞ് ഫലം നൽകുന്ന. അപ്പം നമുക്കോർക്കും ഇതെല്ലാം പോയിട്ട് എന്ത് കഷ്ടപ്പാടെല്ലാം സഹിച്ചിട്ട് അമ്മയ്ക്ക് എന്നാ കിട്ടി, സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് പ്രസവിച്ച് കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരണ അല്ലേ ഏറ്റവും നല്ലത്. അത് അതേപടി ഇരിക്കണതാണ്. അതേപടി ഇരിക്കാത്ത അവസ്ഥകളെന്ന് പറയണത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഈശോ എന്തുകൊണ്ട് നിനക്ക് അതേപടി ഇരിക്കാൻ പറ്റാതെ വരുന്നു എന്ന് വെച്ചാൽ, ഇന്ന് ഇരുത്തണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നിത്യജീവന് വേണ്ടി അസൈൻ ചെയ്തത് കൊണ്ടാണ് ഈ ഓട്ടവും പിടുത്തവും എല്ലാം ഇരിപ്പിരുന്ന് പല സ്ഥലങ്ങൾക്ക് പോകാനും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനും ഇടയാക്കണതിൻ്റെ കാരണം ഇതാണ്. പത്രോസിനോട് അവസാനം പറഞ്ഞു കൊടുക്കണം ഇതാണ്, അതേപടി ഇരിക്കാൻ പറ്റത്തില്ല, നീ കൈ ഉയർത്തണം, മറ്റുള്ളവർ അരമുറുക്കും, ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. ദൈവമേതല്ലേ, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ ഇഷ്ടമില്ലാത്തത് ചെയ്തേ പറ്റത്തുള്ളതെങ്കിൽ അത് ഓർക്കണം, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന്. ഇതിൻ്റെ ബാക്കി വചനങ്ങൾ നമുക്ക് നാളെ ധ്യാനിക്കാം. നാളെയും നിങ്ങൾ ഈ ധ്യാനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രബുദ്ധതയും കൂടുതൽ അനുഗ്രഹവും കൂടുതൽ അർത്ഥവത്തായിട്ടുള്ള ക്രിസ്ത്യ സാക്ഷ്യത്തിനെ സഹായിക്കുകയും അമ്മയെപ്പോലെ തന്നെ നിങ്ങൾ യേശുവിൻ്റെ അമ്മയായി വചനം കേൾക്കുകയും അത് ജീവിക്കുകയും ചെയ്യുന്ന വഴി മാറാൻ കഴിയും. നിത്യജീവൻ നിങ്ങൾക്ക് അവകാശമാക്കുകയും ചെയ്യും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. എൻ്റെ പേര് ധന്യ. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. സിറ്റി സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകാംഗമാണ്. ഇത് 2ാം തവണയാണ് പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അമ്മ എനിക്ക് അവസരം നൽകുന്നത്. അമ്മയ്ക്ക് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞാൻ 2022 മാർച്ച് 13 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം, ഞാനൊരു നഴ്സാണ്. ഞാൻ സൗദിയിലോട്ട് പുറത്തു പോകാനായിട്ട് ഒത്തിരി പ്രോസസ്സിങ് ചെയ്തെങ്കിലും എനിക്കത് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി 2 ആഴ്ച കൊണ്ട് എനിക്ക് സൗദിയിലോട്ട് പോകാനുള്ള വിസ, ടിക്കറ്റ് എല്ലാം സ്റ്റാമ്പ് ചെയ്ത് വരികയും പെട്ടെന്ന് തന്നെ പോകാനും സാധിച്ചു. ഞാനിവിടുന്ന് സൗദിയിൽ എത്തിയതിന് ശേഷം അവിടെ എത്തിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻ്റെ സൗദി നഴ്സിംഗ് കൗൺസിൽ ലൈസൻസ് 1 മാസം മുന്നേ എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ സൗദിയിൽ ഒത്തിരി സെൻറ്ററുകളിൽ ചെന്ന് അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, കുറേ ലെറ്റേഴ്സ്, പേപ്പേഴ്സ് എല്ലാം കൊടുത്തു, അപേക്ഷകൾ കൊടുത്തു. എൻ്റെ പഴയ എക്സാമിൻ്റെ റിസൾട്ട് വെച്ച് എനിക്കത് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, പുതിയ സൗദി നിയമം അനുസരിച്ച് എനിക്ക് ലൈസൻസ് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റില്ല, വീണ്ടും എക്സാമിന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു.
ഇവിടുന്ന് ഒരു വർഷം മുന്നേ ആണ് ഞാൻ കോച്ചിങ്ങിന് പോയി ക്ലാസ് അറ്റൻഡ് ചെയ്ത് എക്സാം എഴുതിയത്. തിരിച്ച് സൗദിയിലെത്തി എനിക്ക് വീണ്ടും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക, വീണ്ടും പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. 10 വർഷത്തിൻ്റെ ഗ്യാപ്പുണ്ട് എനിക്ക് നഴ്സിംഗ് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ട്. വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഈ സമയത്ത് ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചു. മാതാവിൻ്റെ കാശിരൂപവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ദിവസവും ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയും, പിന്നെ ഞാൻ അധികം ബുക്സ് ഒന്നും വായിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ ഒരു ചെറിയ നോട്ട്സ് ഉണ്ടായിരുന്നു. ആ നോട്ട്സ് വെച്ച് മാത്രം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ തവണയും ഞാൻ പ്രാർത്ഥിക്കുമ്പം എൻ്റെ മൈൻഡിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് വലിയ സ്കോറ് എൻ്റെ കൺമുന്നിൽ പരിശുദ്ധ അമ്മ എനിക്കിങ്ങനെ കാണിച്ചു തരുമായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ വിചാരിക്കും എൻ്റെ തോന്നലാണ്, ചുമ്മാ ഞാൻ കഴിവില്ലാഞ്ഞിട്ട് ഞാൻ വെറുതെ ആഗ്രഹിക്കുന്നതാണ് ഇത്രയധികം മാർക്ക് എനിക്ക് ലഭിക്കുമെന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷേ ആ സ്കോറ് വന്ന സമയത്ത് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഹയസ്റ്റ് സ്കോറ് വാങ്ങി സൗദി ലൈസൻസ് കരസ്ഥമാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. എൻ്റെ കഴിവുകൊണ്ടാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. പരിശുദ്ധ അമ്മ എനിക്ക് കാണിച്ചു തന്ന അതേ സ്കോറ് തന്നെയാണ് എൻ്റെ മാർക്ക് ലിസ്റ്റിനകത്ത് എനിക്ക് കയ്യിൽ വന്നത്. പരിശുദ്ധ അമ്മ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ ഞാൻ സൗദിയിലെത്തിയതിന് ശേഷം ഞാൻ ചെന്നുപെട്ട ഹോസ്പിറ്റലും എൻ്റെ അന്തരീക്ഷവും ഒന്നും എനിക്ക് അത്ര സുഗമമായിരുന്നില്ല. ഒത്തിരി ഇഷ്യൂസ് ഞാൻ നേരിട്ടു. സാലറി ഒന്നും എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതോടൊപ്പം തന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലും ഒത്തിരി പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. കാശിരൂപം മുറുകെ പിടിച്ച് ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു. ഒരു വർഷക്കാലം ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടതകളും അനുഭവിച്ചെങ്കിലും ഞാൻ ജോയിൻ ചെയ്ത സെയിം ഡേറ്റ് ആ ഹോസ്പിറ്റലിൽ തികയുന്ന സമയം തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് മറ്റൊരു ഹോസ്പിറ്റലിൽ വേറൊരു ജോലി എനിക്ക് തരപ്പെടുത്തി തരികയും നല്ല സാഹചര്യങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. അത് അത്ഭുതമായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുവരെ ആർക്കും ഇതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർക്കും ഇതുപോലൊരു ജോലിയോ അല്ലെങ്കിൽ നല്ല സാഹചര്യങ്ങളോ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പരിശുദ്ധ അമ്മ എന്നെ ആ കഷ്ടതയിൽ നിന്ന് മാറ്റി നല്ലൊരു സാഹചര്യം നൽകി അനുഗ്രഹിച്ചു. അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ സൗദിയിൽ ചെന്നതിന് ശേഷം 8 വർഷക്കാലമായി എനിക്ക് ബാങ്കിൽ എൻ്റെ വീടിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ സൗദിയിൽ ചെന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഡേറ്റും സമയവും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പുറത്തെടുക്കാൻ സാധിച്ചു. അമ്മ മാതാവ് എനിക്ക് അതിനുള്ള വഴി ഒരുക്കി തന്നു. ലാസ്റ്റ് മെയ് 31-ാം തീയതി എനിക്ക് ബാങ്കിൽ ലോൺ ക്ലോസ് ചെയ്യണമെങ്കിൽ എനിക്ക് ക്യാഷ് ആ സമയത്ത് എനിക്ക് അറേഞ്ച് ചെയ്യാൻ 0 ആയിരുന്നു. എവിടെ നിന്ന് എനിക്ക് ക്യാഷ് കിട്ടും, കുറച്ച് എമൗണ്ടും കൂടെ വേണമായിരുന്നു. എവിടെ നിന്ന് എനിക്ക് ക്യാഷ് കിട്ടും, എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിരുന്ന സമയത്ത് എൻ്റെ ആൻറ്റി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ബാങ്കിൽ അടയ്ക്കാനുള്ള എമൗണ്ട് ഞാൻ ഇട്ട് തരാം, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് ഇങ്ങോട്ട് പറഞ്ഞു. അമ്മ മാതാവ് എനിക്കത് അറേഞ്ച് ചെയ്ത് തന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചത് പ്രകാരം അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാൻ സൗദിയിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, എനിക്കവിടെ നമ്മുടെ ഇവിടെയുള്ള പോലെ രോഗികളെ സന്ദർശിക്കുവാനോ രോഗികൾക്ക് കെയർ കൊടുക്കുവാനോ സാധിക്കാത്തതിനാൽ നാട്ടിലേക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകാൻ സഹായിക്കുമായിരുന്നു. അതുപോലെ ഭക്ഷണങ്ങൾ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും അവർക്ക് ഭക്ഷണം നൽകി സഹായിക്കാറുണ്ടായിരുന്നു. ഒപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരിക, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് മാനസികമായിട്ടും അവരോടൊപ്പം നിന്ന് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ച് അവർക്ക് വേണ്ടി ദിവസേന പ്രാർത്ഥിച്ച് അവരോട് കൂടെ ആയിരിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. ഒപ്പം ഈ ഉടമ്പടിയിലൂടെ എൻ്റെ ആത്മീയ ജീവിതം എനിക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു. ഞാനൊരു ഞായറാഴ്ച മാത്രം കുർബാനയിൽ പങ്കെടുത്ത് എനിക്ക് തോന്നുന്ന സമയത്ത് കൊന്ത ചൊല്ലി അങ്ങനെ ഇരുന്നൊരു വ്യക്തിയാണ്. ഇവിടുത്തെ ഉടമ്പടി ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി, തിരുക്കുമാരന് വേണ്ടി ദിവസേന 2 മണിക്കൂറിലധികം സമയം ഞാൻ ചെലവഴിക്കാൻ ഞാൻ ആരംഭിച്ചു. വിശുദ്ധ കുർബാനയിൽ എനിക്ക് പങ്കെടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഓൺലൈനായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ കുർബാന കാണാൻ തുടങ്ങി. കൊന്ത ചൊല്ലാൻ ആരംഭിച്ചു.
2-2.5 മണിക്കൂർ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ മാറ്റിവെക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി എൻ്റെ ജീവിതത്തിൽ അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് സാധിച്ചു തന്നു. ബ്ലോക്കായിരിക്കുന്ന എല്ലാ സിറ്റുവേഷൻസിലും, സാമ്പത്തികപരമായിട്ടും അല്ലാതെ എല്ലാ സിറ്റുവേഷൻസിലും പരിശുദ്ധ അമ്മ അവിടെ നേരിട്ടിടപെട്ട് എന്നെ അനുഗ്രഹിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഉടമ്പടി സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഒപ്പം എൻ്റെ അനുഭവങ്ങൾ വഴി അക്രൈസ്തവരായ എൻ്റെ കൂട്ടുകാരെയും എല്ലാവരെയും സാക്ഷ്യങ്ങളിലൂടെ ഉടമ്പടി എടുപ്പിക്കുവാനും അതുപോലെ എല്ലാ പ്രാർത്ഥനകളും അവിടെ പഠിപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയിൽ ആഴപ്പെടുത്തുവാനും മറ്റുള്ളവരെ ഞാൻ സഹായിക്കാറുണ്ടായിരുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകി എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു.